നമസ്കാരം. ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. വാക്കിലും ചിന്തയിലും വിജയം നൽകുന്ന ഒരു അപൂർവ ശുഭയോഗം നാളെ സംഭവിക്കുന്നു. നാളെ ജൂൺ മാസം 22-ാം തീയതിയാണ്, തിങ്കളാഴ്ച ദിവസം. ബുധൻ, വ്യാഴം, ശുക്രൻ, ഇത് 3 ശുഭഗ്രഹങ്ങളാകുന്നു. അപ്പോൾ ഈ 3 ശുഭഗ്രഹങ്ങളും കർക്കിടകം രാശിയിൽ ഒന്നിക്കുമ്പോഴാണ് സരസ്വതി യോഗം സംജാതമാകുന്നത്. ഈ സരസ്വതി യോഗത്തിൻ്റെ ഗുണഫലമായി വിദ്യാർത്ഥികൾക്കും കലയെ കൈകാര്യം ചെയ്യുന്ന കലാകാരന്മാർക്കും ബിസിനസ് ഉപജീവനമാർഗമായി കൊണ്ടുപോകുന്നവർക്കും എഴുത്തു മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഒരു വഴിത്തിരിവിൻ്റെ ദിവസമായിരിക്കും നാളെ സംഭവിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ ഭാഗ്യം വരുന്നത്, അതിനായി നാളത്തെ ദിവസം അവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതും ഈ അധ്യായത്തിലൂടെ നിങ്ങളിലേക്ക് വ്യക്തമാക്കി തരികയാണ്. അപ്പോൾ വീഡിയോ പൂർണ്ണമായി കാണാനായിട്ട് ഒന്ന് ശ്രമിക്കുക. ആദ്യം തന്നെ എന്താണ് സരസ്വതി യോഗം എന്ന് ഞാൻ നിങ്ങൾക്കായി ഒന്ന് പറഞ്ഞു തരാം. അതായത് സരസ്വതി യോഗം എന്ന് പറയുന്നത് നമ്മുടെ ജ്യോതിഷത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു രാജയോഗം തന്നെയാണ്. അപ്പോൾ ഇത് ബുദ്ധി, വിദ്യ, അറിവ്, സർഗാത്മകത, ധനം, നേട്ടം എന്നിവയുടെ ദേവതയായ സരസ്വതിയുടെ അനുഗ്രഹം നൽകുന്ന ഒരു യോഗമാണ്, അതായത് സരസ്വതി യോഗം എന്ന് പറയുന്നത്. ഇനി ഇത് എപ്പോഴാണ് സംഭവിക്കുക? ബുധൻ, വ്യാഴം, ശുക്രൻ എന്നിവർ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ത്രികോണത്തിലോ ധനസ്ഥാനത്തോ ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് ഈ യോഗം സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ അപൂർവ യോഗം സംജാതമാകാൻ പോകുന്നുണ്ട്. അതായത് നാളെ ജൂൺ 22-ന്. അപ്പോൾ വൈകുന്നേരം 4:15 ബുധൻ കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ വ്യാഴവും ശുക്രനും ഇതിനോടകം തന്നെ കർക്കിടകത്തിലുള്ളത് കൊണ്ട് തന്നെ ഈ യോഗം നാളത്തെ ദിവസം പൂർണ്ണമായ ശുഭഫലങ്ങളെ ആയിരിക്കും, അല്ലെങ്കിൽ പൂർണ്ണ ഫലത്തെ തന്നെയായിരിക്കും നൽകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സമയം നോക്കുമ്പോൾ 4:15 മുതലായിരിക്കും ഈ യോഗത്തിൻ്റെ ശക്തമായ ഒരു സമയം, അല്ലെങ്കിൽ ഈ യോഗം കൂടുതൽ ശക്തിവത്തായി മാറുന്നത് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ആ ഒരു വൈകുന്നേരം ഒരു 4:15 ശേഷമുള്ള സമയം സംസാരശേഷി കൂടും. ആശയവിനിമയങ്ങൾ, നമ്മൾ മറ്റൊരാളുമായി ആശയവിനിമയം നടത്തുമ്പോൾ അതിൽ ക്ലാരിറ്റി, ഒരു വ്യക്തത വേണമല്ലോ. ഏത് കാര്യം പറഞ്ഞാലും നമ്മളങ്ങ് പറഞ്ഞാൽ പോരാ, അത് മറുതലയിൽ നിന്ന് കേൾക്കുന്ന ആൾക്ക് അത് മനസ്സിലാക്കി അതിന് എന്തൊക്കെയാണ് അതിൻ്റെ സത്യം എന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ അതിനുള്ള ആശയവിനിമയ പാടവം ഉണ്ടാകുന്നതാണ്. പഠനത്തിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തടസ്സം മാറും. സാമ്പത്തികമായി ചില മാറ്റം ഉണ്ടാകും. ഈ 4:15 ശേഷം ഏതെങ്കിലും റിസൾട്ട് കാത്തിരിക്കുകയാണെങ്കിൽ പോലും ചില നക്ഷത്രക്കാർക്ക് ശുഭകരമായ ഫലങ്ങൾ അല്ലെങ്കിൽ സന്തോഷിക്കാനുള്ള വകയും വന്നു ചേരുന്നതാണ്. അപ്പോൾ ഈ സരസ്വതി യോഗത്തിൻ്റെ ഏറ്റവും വലിയ ശുഭകരമായ ഗുണങ്ങൾ ഒരു 5 രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കായിരിക്കും വന്നു ചേരുന്നത്. അപ്പോൾ ആ 5 രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് ഓരോന്നായി നോക്കാം. ആദ്യമായി പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിയാണ്. അപ്പോൾ കർക്കിടകം രാശിയിൽ തന്നെയാണ് സരസ്വതി യോഗം സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നതും കർക്കിടകം രാശിക്കാർക്കായിരിക്കും. ആശയവിനിമയത്തിൽ അസാധ്യമായ ഒരു കഴിവൊക്കെ കൈവരുന്നതാണ്. അപ്പോൾ ഇത് ഗുണം ചെയ്യുന്നത് നാളത്തെ ദിവസം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്കായിരിക്കും. നാളെ ഏതെങ്കിലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം നിങ്ങൾക്ക് സരസ്വതി വിളയാട്ടം ഉണ്ടാകുമ്പോൾ ആ ഭയമൊക്കെ മാറി കാര്യങ്ങളെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൺവേ ചെയ്യാനായിട്ട് സാധിക്കും. ഏതെങ്കിലും വിധത്തിലൊക്കെ പ്രസൻറ്റേഷൻ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അതിന് നാളത്തെ ദിവസം നിങ്ങൾക്ക് വാഗ്ദേവതയുടെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ്. മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും നാളെ വളരെയധികം മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സംസാരിച്ച് കൺവീൻസ് ചെയ്ത് ഒരാളെ കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റുകൾ വാങ്ങിക്കുക എന്നതാണല്ലോ. അങ്ങനെ നമുക്ക് നമ്മുടേതായ കാര്യങ്ങളെ കൺവിൻസ് ചെയ്ത് ആളുകളെ കൊണ്ട് നമ്മൾക്ക് അവരിൽ നിന്ന് ഗുണമുണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമെന്നാണ്. അപ്പോൾ വാഗ്ദേവതയുടെ അനുഗ്രഹമാണ്. അതായത് നാവൊന്ന് പിഴച്ചാൽ മതി ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴാകട്ടെ. അതായത് ഒരു കാര്യം തെറ്റായി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉദ്ദേശിച്ച ഒരു ഫലം തന്നെ നമുക്ക് കിട്ടാതിരിക്കും. അപ്പോൾ നാളത്തെ ദിവസം ഇൻ്റർവ്യൂവിനൊക്കെ നിങ്ങൾക്ക് വളരെയധികം വിജയം കൊയ്യാനായിട്ട് സാധിക്കും. ധനലാഭം ഉറപ്പാണ്. പിന്നെ പൂയ നക്ഷത്രക്കാർക്കാണെങ്കിൽ വിദേശത്തേക്ക് പോകാൻ കാത്തിരിക്കുന്നവരാണെങ്കിലും നാളത്തെ ദിവസം വിദേശ യോഗത്തിനുള്ള, അതായത് നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാൻ കാര്യങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ ഏതെങ്കിലും ശുഭകരമായ വാർത്ത പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ നാളത്തെ ദിവസം അതും നിങ്ങളെ തേടി എത്തുന്നതാണ്. ഇനി കാർത്തിക, രോഹിണി, മകീരം വരുന്ന ഇടവം രാശിക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ സഹോദരങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ ശുഭകരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ സന്തോഷിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ്.
ചെറിയ യാത്രകളാണെങ്കിൽ പോലും നാളത്തെ ദിവസം അത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. എഴുത്ത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, ബിസിനസ് ചെയ്യുന്നവർക്ക്, കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നവർക്കൊക്കെ നാളത്തെ ദിവസം വളരെയധികം ഉയർച്ചയുണ്ടാകുന്ന ദിനമാണ്. സരസ്വതി ഇവിടെ വിളയാട്ടമുണ്ട്, അതുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ ലെവൽ വർദ്ധിക്കുമെന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ രോഹിണി നക്ഷത്രക്കാർക്കാണെങ്കിൽ നാളെ ചില പുതിയ കോൺട്രാക്റ്റുകളൊക്കെ ലഭിക്കാൻ സാധ്യതയും ഭാഗ്യവുമുള്ള ഒരു ദിവസം തന്നെയായിരിക്കും. ഇനി അടുത്തത് മൂന്നാമത്തെ രാശിയായി വരുന്നത് ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിയാണ്. കന്നിരാശിക്കാർക്ക് നാളത്തെ ലാഭസ്ഥാനത്ത് തന്നെയാണ് യോഗം സംഭവിക്കുന്നത്. അതിനാൽ ആഗ്രഹങ്ങൾ നാളത്തെ ദിവസം ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അയ്യോ നടക്കുമോ, അതോ നടക്കില്ലേ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. ആഗ്രഹിച്ച കാര്യങ്ങൾ നാളത്തെ ദിവസം നടത്തിയെടുക്കാൻ കഴിയും. മുടങ്ങിക്കിടന്നതായ ചില ധനപരമായ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ തിരികെ കിട്ടാനും നാളത്തെ ദിവസം യോഗം കാണുന്നുണ്ട്. സുഹൃത്തുക്കൾ വഴിയും വലിയ ചില നേട്ടങ്ങളൊക്കെ നാളത്തെ ദിവസം നിങ്ങളെ തേടിയെത്തുന്നതാണ്. അത്തം നക്ഷത്രക്കാർക്കാണെങ്കിൽ ഓൺലൈൻ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, ഓൺലൈൻ ബിസിനസ്സൊക്കെ ചെയ്യുന്ന, വ്യാപാരം ചെയ്യുന്ന ആളുകൾക്കൊക്കെ നാളത്തെ ദിവസം ബൾക്കായിട്ട് ഓർഡറുകളൊക്കെ വരാനുള്ള ഒരു കുതിപ്പ് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വിശാഖം, അനിഴം, തൃക്കേട്ട വൃശ്ചികം രാശി. അപ്പോൾ വൃശ്ചിക രാശിക്കും ഭാഗ്യസ്ഥാനത്താണ് ഈ യോഗം സംഭവിക്കുന്നത്. നിയമപരമായ കുരുക്കുകളിൽ പെട്ടുകിടക്കുന്നവരാണെങ്കിൽ അത് നാളത്തെ ദിവസം ഹിയറിംഗ് വെച്ചിട്ടുണ്ട്, നാളെ എന്താകുമെന്ന് വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് അനുകൂലമായ വിധി വരുന്ന ദിവസം. കാരണം ഇവിടെ നിങ്ങൾക്ക് അനുകൂലമാണ്, നിങ്ങളുടെ രാശി നാളത്തെ ദിവസം അനുകൂലമായി തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്കും പ്രവേശനം കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, അപ്പോൾ നാളത്തെ ദിവസം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കാനാണ് സാധ്യത കൂടുതൽ. അച്ഛനിൽ നിന്ന് ചില ഗുണാനുഭവങ്ങൾ, അല്ലെങ്കിൽ അച്ഛനുമായിട്ട് ഒരുപാട് നാളത്തെ ശേഷമാണ് മിണ്ടുന്നവരെങ്കിൽ മിണ്ടാനുള്ള അവസരം ഉണ്ടാവുക, വീണ്ടും നഷ്ടപ്പെട്ട സ്നേഹം തിരിച്ചു കിട്ടാനൊക്കെയുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അനിഴ നക്ഷത്രക്കാർക്ക് ഗവേഷണ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നാളത്തെ ദിവസം വിജയം ഉണ്ടാകുന്ന സമയമാണ്. അതായത് ഏതെങ്കിലും പ്രോജക്റ്റ് പുതുതായി സമർപ്പിക്കാനിരിക്കുകയാണ്, അതിന് സാങ്ഷൻ കിട്ടുമോ, അല്ലെങ്കിൽ അത് എന്തൊക്കെയാവുമെന്ന് ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ വിഷമിക്കേണ്ട. നാളത്തെ ദിവസം നിങ്ങൾക്ക് ശുഭകരമായിട്ടാണ് കാണുന്നത്. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, മീനം രാശിയുടെ കാര്യത്തിലേക്ക് വന്നാലും പൂർവ്വ പുണ്യസ്ഥാനത്താണ് നാളത്തെ ദിവസം യോഗം സംഭവിക്കുന്നത്. കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ വളരെയധികം മക്കളെ ഓർത്ത് സന്തോഷിക്കാൻ ഭാഗ്യമുണ്ടാകും. പ്രണയ സാഫല്യം ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. അതായത് പ്രണയം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞിട്ട് നാളത്തെ ദിവസം അതിനൊരു മറുപടി തരാം എന്ന് പറഞ്ഞാൽ മറുപടിക്കായി നമ്മൾ ഈഗർലി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും നാളത്തെ ദിവസം അതിനുള്ള ഒരു ശുഭകരമായ മറുപടിയൊക്കെ ലഭിക്കാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. ഊഹക്കച്ചവടത്തിലൊക്കെ നല്ലൊരു നേട്ടമുണ്ടാകാനും കലാപരമായ കഴിവുകളെ പുറത്തെടുക്കാൻ, നമ്മളുടെ ഉള്ളിൽ എല്ലാവരുടെയും ഉള്ളിൽ കല ഉണ്ട്, പാടാനുള്ള, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാനുള്ള, വരയ്ക്കാനുള്ള, എഴുതാനുള്ള. പക്ഷേ ചില ആളുകൾക്ക് ആ കലയെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ടാകും. അപ്പോൾ നാളത്തെ ദിവസം നിങ്ങൾക്ക് അങ്ങനെ ചില സപ്പോർട്ടുകൾ ലഭിക്കുവാനും അതുവഴി നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടന്നതായ ഒരു കഴിവ്, സർഗാത്മക കഴിവിനെ പുറത്തേക്ക് എത്തിക്കുവാനുള്ളൊരു ദിവ്യ കടാക്ഷം, അതാണ് സരസ്വതി യോഗം എന്ന് പറയുന്നത്. സരസ്വതി ദേവിയാണ്. എപ്പോഴാണ് നമ്മുടെ നാവിൽ വിളങ്ങുന്നതെന്ന് പറയാൻ പറ്റില്ല. അതായത് നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു പാട്ട് പോലും, മൂളിപ്പാട്ട് പോലും പാടാത്തവനായിരിക്കും പെട്ടെന്ന് ഒരു ദിവസം സ്റ്റേജിൽ വന്ന് അവനൊന്ന് പാടുന്നു, നമ്മൾ തന്നെ അന്തം വിടും. അതായത് ഇതുവരെ അവനൊരു മൂളിപ്പാട്ട് പോലും പാടി ഞാൻ കേട്ടിട്ടില്ല. ചില മാതാപിതാക്കൾ പറയാറുണ്ട്, അതായത് ഞാൻ ഇതുവരെ അവനൊരു പാട്ട് പാടി പോലും കേട്ടിട്ടില്ല, പക്ഷേ അന്ന് അവൻ സ്റ്റേജ് വന്ന് പാടിയപ്പോൾ അന്തം വിട്ടു എന്ന്. അതെന്താണ് അന്തം വിടാൻ കാരണം? സരസ്വതി ദേവിയുടെ വിളയാട്ടം എന്നല്ലാതെ അതിനെന്താണ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടുള്ളത്? അപ്പോൾ അങ്ങനെ ഒരു ദിവസമാണ് നാളെ. രേവതി നക്ഷത്രക്കാർക്കാണെങ്കിലും നാളത്തെ ദിവസം വലിയ ഉയർച്ച, പ്രത്യേകിച്ച് ഫിലിം ഫീൽഡിലും അല്ലെങ്കിൽ മീഡിയയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിൽ നാളത്തെ ദിവസം വലിയൊരു ഉയർച്ചയും അംഗീകാരവും ഒക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇവിടെ നാളെ സരസ്വതി യോഗം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് അതിൻ്റെ ഗുണഫലങ്ങൾ വരിക എന്നതും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഫലം നാളെ നമുക്ക് അനുകൂലമായ ദിവസമാണല്ലോ, അപ്പോൾ ആ ആനുകൂല്യം നമുക്ക് പൂർണ്ണമായി കിട്ടുക വേണമല്ലോ, അതല്ലേ നമ്മുടെ ലക്ഷ്യം. അതിനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? നാളത്തെ ദിവസം വിദ്യാർത്ഥികൾ എന്തെങ്കിലും എക്സാമൊക്കെ എഴുതാൻ പോകുന്ന ഈ രാശിയിൽ ഉൾപ്പെടുന്നവരുടെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ പോകുന്ന ഒരു എക്സാം ഉണ്ട്, അത് പാസ്സാവണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം മഞ്ഞൾ നിങ്ങളുടെ പേഴ്സിൽ എന്തെങ്കിലും സൂക്ഷിക്കുന്നത് ഉത്തമമായിരിക്കും. കാരണം ഈ ഒരു പോസിറ്റീവ് ഓറ അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി നിങ്ങളിൽ ഉടനീളം ആ ഒരു ദിവസം നിൽക്കുന്നതിന് ഇത് സഹായിക്കും. കൂടാതെ വൈകുന്നേരം നിങ്ങളുടെ കൈകൊണ്ട് തന്നെ ഒരു നെയ്ദീപം സരസ്വതി ദേവിയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് കത്തിക്കുന്നത്. ഓം ഐം സരസ്വതി നമ എന്ന മന്ത്രം നിങ്ങൾക്ക് 108 ജപിക്കാവുന്നതാണ്. ഈ മന്ത്രം ജപിക്കാൻ പറ്റുന്നില്ല, അക്ഷരത്തെറ്റുണ്ടാകുമോ എന്ന് ഭയം ഉണ്ടെങ്കിൽ അങ്ങനെ വേണ്ട. നമ്മൾ അക്ഷരത്തെറ്റ് ചൊല്ലി ഒരു മന്ത്രത്തെ അതിൻ്റെ ഫലത്തെ ലഭിക്കാതിരിക്കാനുള്ളൊരു അവസരമായിട്ട് അത് മാറും. അതുകൊണ്ട് അത് വേണ്ട. നിങ്ങളുടെ കൈകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ചിരാതിൽ അല്പം നെയ്യ് ഒഴിച്ച് ഒരു നെയ്വിളക്ക് തെളിയിച്ച് സരസ്വതി ദേവിയെ മനസ്സിലൊന്ന് വന്നിച്ചാൽ മതിയാകും. അതേപോലെ തന്നെ നാളത്തെ ദിവസം ഈ പറഞ്ഞ രാശിക്കാർക്ക് പ്രധാന കാര്യങ്ങൾക്കൊക്കെ വളരെയധികം അനുകൂല സമയമാണ്. എന്നിരുന്നാലും നാളെ അനുകൂല സമയം തന്നെ
എങ്കിലും രാവിലെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം ഒരു 10 മിനിറ്റ് കണ്ണടച്ചിരുന്ന് അന്നത്തെ ദിവസം, നാളത്തെ ദിവസം എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടതെന്നൊന്ന് മനസ്സുകൊണ്ടൊന്ന് ചാർട്ട് ചെയ്ത് വെക്കുന്നതും വളരെയധികം ഉത്തമമായിരിക്കും. അപ്പോൾ നാളത്തെ ദിവസം ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ഭാഗ്യം അനുകൂലമായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഗ്രഹനില അനുകൂലമാകുമ്പോൾ നമ്മുടെ കഠിനാധ്വാനത്തിന് ഇരട്ടി ഫലം കിട്ടും എന്നതാണ് ചൊല്ല്. അപ്പോൾ ഈ ഒരു സരസ്വതി യോഗം ബുദ്ധിയും വാക്കിനും ധനത്തിനുമുള്ള ഒരു സമയം കൂടിയാണ് നാളെ. അപ്പോൾ രാഹുകാലമൊക്കെ ഒഴിവാക്കി ശുഭമുഹൂർത്തം ഉപയോഗപ്പെടുത്താനായിട്ട് കഴിവതും ശ്രമിക്കുക. നിങ്ങളുടെ രാശിയും നക്ഷത്രവും ഇതിലുണ്ടോ എന്നൊക്കെ നോക്കുക. അതേപോലെ തന്നെ നാളത്തെ ദിവസം പൂർണ്ണമായും നമ്മൾ ഫലപ്രദമാക്കാനായിട്ട് മടി കാണിച്ച് ആ ഒരു ഫലം ലഭിക്കാത്ത അവസ്ഥയിലേക്ക് പോകാതിരിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക. ഏവരുടെയും ജീവിതത്തിൽ മംഗളകരമായൊരു ദിവസമായി നാളെ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.